Hello dears, welcome back to statistics class. Today I'm going to take module number 2, that is random variable. The name of the chapter is random variable. And this module contain what is a random variable, then the probability distributions of this random variable, and also we are going to learn in this module that is change of one variable. Okay, these are the things which contain in this module. Today I'm discussing what is a random variable. Random variable എന്താണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദർ ആർ ടു ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷനാണ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഓവർ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്ത ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മാപ്പിംഗ് ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ ലൈൻ. അല്ലേ, ഇറ്റ് ഈസ് എ മാപ്പിംഗ് ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ ലൈൻ. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ മാപ്പിംഗ് ഫ്രം ഡൊമെയിൻ ടു റേഞ്ച് എന്നാണ്. അപ്പോൾ ഇവിടെ ഡൊമെയിനിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സാമ്പിൾ സ്പേസിലുള്ള ഔട്ട്കംസ് ആണ്. ആൻഡ് റേഞ്ചിൽ വരുന്നത് റിയൽ നമ്പേഴ്സ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. സോ സിമ്പിൾസിലാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഈസ് എ ഫങ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ഓവർ എ സാമ്പിൾ സ്പേസ് ടു റിയൽ ലൈൻ. ഓക്കെ, ഈ റാൻഡം വേരിയബിൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. സ്മോൾ ലെറ്റർ എടുക്കും, പക്ഷേ പൊതുവായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, സെഡ് എന്നിങ്ങനെയൊക്കെയാണ്. ഇനി ഈ ഒരു ഫങ്ഷൻ, ഈ ഒരു ഡെഫിനിഷന് നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിക്കോണമെന്നില്ല. ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ സം റിക്വയർമെൻറ്റ്സ് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സം കണ്ടീഷൻസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആവണം. എന്നാലാണ് നമ്മുടെ ഈ ഒരു ഫങ്ഷൻ, ഈ റിയൽ വാല്യൂഡ് ഫങ്ഷൻ നമുക്ക് ഒരു റാൻഡം വേരിയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തത് മിസ് ഒന്ന് വായിക്കുക. എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ്. സോ ഇറ്റ്സ് ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ എന്നല്ല മക്കളെ, അവിടെ ഫങ്ഷനാണ്. So its domain of function is the sample space S and range is the real line extending from -infinity to infinity. In other words, a random variable is a mapping from sample space to real numbers. Random variables are also called chance variable or stochastic variable. ഈ റാൻഡം വേരിയബിളിനെ നമ്മൾ പറയും ചാൻസ് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് അല്ലെങ്കിൽ എക്സ് ഓഫ് ഒമേഗ അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ വൈ ഓഫ് ഒമേഗ. ഓക്കെ, അല്ലെങ്കിൽ സെഡ് ഓർ സെഡ് ഓഫ് ഒമേഗ എന്നൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. ആ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എന്തെല്ലാം വരും മക്കളെ, ഹെഡും ടെയിലും. നമ്മളൊരു കോയിനാണ് ടോസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഹെഡാണ്. ഈ ഹെഡ് എന്ന് പറയുന്നത് ഹെഡിന് നമ്മൾ എക്സ് ഈക്വൽ ടു നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇവിടെ എക്സ് 1 ആകുമ്പോൾ അവിടെ കോയിൻ ഹെഡ് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. വെൻ എ കോയിൻ ടോസ്ഡ് ആൻഡ് ഇറ്റ് ഗെറ്റ് ടെയിൽ then x equal to 0. So we define a function from sample space to real line. That is സാമ്പിൾ സ്പേസിൽ നമ്മളുടെ ഡൊമെയിനിലുള്ള ഫംഗ്ഷൻ ഇവിടെ എന്തൊക്കെയാണ് വരിക, എച്ചും ടിയും. റിയൽ നമ്പറിലുള്ളതോ 0യും 1ഉം. സോ ഇറ്റ് ഈസ് എ മാപ്പിംഗ് ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ ലൈൻ. സോ എക്സ് ഈസ് എ ഫങ്ഷൻ. പക്ഷേ മിസ് ഇവിടെ പറഞ്ഞു ഇത് നമ്മൾ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, അല്ലേ? ഇത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ദർ ആർ സം കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഓഫ് എച്ച്, അല്ലേ, എച്ച്
വരുന്ന സമയത്ത് നമ്മളവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എക്സ് ഓഫ് ടി വരുന്ന സമയത്ത് നമ്മളവിടെ 0 എന്ന് കൊടുത്തു. എക്സ് ഓഫ് എച്ചിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്തു? 1 കൊടുത്തു. എക്സ് ഓഫ് ടിക്ക് 0 കൊടുത്തു. സോ എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ. ഇനി നമ്മൾ ആ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടെത്തും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ നമ്മൾ കണ്ടെത്തും. ഈ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡിന് നമ്മളെന്താ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ ഡിഫൈൻ ചെയ്ത റാൻഡം വേരിയബിൾ ഇവിടെ ഏതാ എക്സ് ആണ്. ആ എക്സ് 1 ആകുമ്പോഴല്ലേ ഹെഡ് അപ്പിയർ ചെയ്യുക. സോ ഇറ്റ്സ് പ്രോബബിലിറ്റി നമ്മൾ പറയുന്നത് പി ആണ്. ഹെഡ് അപ്പിയർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രോബബിലിറ്റി പി എന്നാക്കിയെടുത്തു. ഇനി പ്രോബബിലിറ്റി ഓഫ് ടി കാണാം. അതെപ്പോഴാണ് എക്സ് 0 ആകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് 0 ആവുന്ന സമയത്ത് അത് നമ്മൾ ക്യൂ എന്നും കൊടുത്തു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷനിലാണ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത് അതെന്തും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സി എന്ന് പറഞ്ഞാൽ എനി റിയൽ നമ്പറാണ്. എനി റിയൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ എക്സ് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ റാൻഡം വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഈ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷന് ഫോർ ദിസ് ഡിഫൈൻ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എക്സ് വിച്ച് സാറ്റിസ്ഫൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആകുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റണം. അതായത് നമ്മൾ ഏറ്റവും സി ഇവിടെ നമ്മൾ വാല്യൂ എടുക്കുന്നത് എത്ര? 1ഉം 0 ആണ്. അപ്പം നമ്മളുടെ ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് 0 ആണ്. അപ്പം വെൻ സി ലെസ് ദാൻ 0 ആകുമ്പോഴേ നമ്മളുടെ ഇവിടെ എന്തെങ്കിലും പ്രോബബിലിറ്റി നടക്കുന്നുണ്ടോ? സി ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഇല്ലല്ലേ. 0നേക്കാളും ചെറുതാവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒന്നും നടക്കില്ല. അപ്പം ആ പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. ഇൻ ബിറ്റ്വീൻ 0 ലെസ് ദാൻ എക്സ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരുന്ന സമയത്തോ ഇവിടെ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? അവിടുത്തെ പ്രോബബിലിറ്റി ക്യൂ ആണ്. അപ്പം നമ്മൾ ക്യൂ എന്ന് എഴുതി. ഇനി നമ്മൾ എഴുതും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി അല്ലെങ്കിൽ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് എന്താ കിട്ടുക? ക്യൂ ഉണ്ടാവും. അതേമാതിരി തന്നെ ക്യൂ ഉണ്ടാവും. പിന്നെ അതേമാതിരി എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതും ഉണ്ടാവും. അപ്പോൾ ക്യൂ പ്ലസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു വാല്യൂസ് ഏത് സാറ്റിസ്ഫൈ ചെയ്തു? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ എന്ന് പറയാം. ക്ലിയർ? ഇനി നമ്മൾ ഈ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് അൺബയാസ്ഡ് ആണ്. നമ്മളൊരു അൺബയാസ്ഡ് കോയിനാണ് ഇവിടെ ടോസ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ക്യൂ എന്നുള്ളതും 1/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 വെൻ സി ലെസ് ദാൻ 0 ആൻഡ് 1/2 വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ 1 എന്ന് വരുമ്പോൾ ആൻഡ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഹാഫ് പ്ലസ് ഹാഫ് വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, റാൻഡം വേരിയബിളിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ സേ എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് such that the probability statement probability of x less than or equal to c is defined for every real number c, then x is called a real random variable. Clear? ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇനി ഒരു എക്സാമ്പിളും കൂടെ മിസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണ്. ഒരു ഡൈ അല്ല, 2 ഡൈ ത്രോ ചെയ്യുകയാണ്. അപ്പോൾ 2 ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്താവും? സാമ്പിൾ സ്പേസ് ഏതെല്ലാം ആവും? 2 ഡൈ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഡൈ ത്രോ ചെയ്ത് എനിക്ക് 1 കിട്ടി. പിന്നെയും ഞാനൊരു ഡൈ ത്രോ ചെയ്തു, പിന്നെ എനിക്ക് 1 കിട്ടി. ഞാൻ ഒരു ഡൈ ത്രോ ചെയ്തപ്പോൾ ഫസ്റ്റ് ഡൈ ത്രോ ചെയ്തപ്പോൾ എനിക്ക് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ഡൈയിൽ എനിക്ക് 2 എന്ന് കിട്ടി അല്ലേ. ഇങ്ങനെ അപ് ടു 1 to 6 എന്നുള്ള വാല്യൂസ് വരും. അതേമാതിരി 2 1 2 2 എക്സെട്ര അപ് ടു 2 6 ദെൻ എക്സെട്ര 6 1
6 2 എക്സെട്ര അപ് ടു 6 എന്നുള്ള കേസസ് വരും അല്ലേ. ഇവിടെ നമുക്ക് എത്ര സാമ്പിൾ പോയിൻറ്റ്സ് കിട്ടും? 36 സാമ്പിൾ പോയിൻറ്റ്സ് കിട്ടും. ഇനി നമ്മൾ എക്സ് ഡിഫൈൻ ചെയ്യാൻ കേട്ടോ മക്കളെ. ഇവിടെ എക്സ് ഡിഫൈൻ ചെയ്യുന്നത് സം ഓഫ് ദ നമ്പേഴ്സ് ഷോൺ ഓൺ ദ ഡൈ എന്നാണ്. എക്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എക്സ് ഡിഫൈൻ സം ഓഫ് ദ നമ്പേഴ്സ് ഷോൺ ഓൺ ഡൈ. ഓക്കെ, അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഡൈ ത്രോ ചെയ്തു, എനിക്ക് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ഡൈ ത്രോ ചെയ്തപ്പോഴും 1 എന്ന് കിട്ടി. അപ്പം ഇവിടുത്തെ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 എന്നായിരിക്കും. അതേമാതിരി ഫസ്റ്റ് ഞാൻ ഡൈ ത്രോ ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി, അടുത്ത് 2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ സമ്മ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ആ സമ്മിനെയാണ്. അപ്പോൾ എക്സ് ഓഫ് 1 1 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സ് ഓഫ് 1 2 എന്ന് പറയുന്നതോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എക്സ് ഓഫ് 1 3 എന്ന് പറയുന്നതോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെ എക്സ് ഓഫ് 5 1 എന്ന് പറയുന്നതോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എക്സെട്ര. എക്സ് ഓഫ് 6 ഇതാണല്ലോ ഏറ്റവും വലിയ നമ്പർ വരിക. എക്സ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ ടേക്ക് ചെയ്യുന്ന പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 2 3 4 അപ് ടു 12 വരെ വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഈ റാൻഡം വേരിയബിൾസ് വരുന്നതിൻ്റെ പ്രോബബിലിറ്റി കണ്ടെത്തണം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. എക്സ് എന്ന് പറയുന്നത് 2 ആവാനുള്ളത് നമുക്ക് ഒറ്റൊരു കേസേ ഉള്ളൂ. 1 1 ആവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ 2 എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് 36 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി പറഞ്ഞാൽ 1/36 എന്നാണ്. ഒരു പ്രാവശ്യമല്ലേ വരുന്നുള്ളൂ ഈ എക്സ് ഈക്വൽ ടു 2. അതേമാതിരി തന്നെ നമ്മൾ നെക്സ്റ്റ് റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്ത വാല്യൂ 3 എന്നാണ്. ആ 3 വരാനുള്ള കേസ് ഏതൊക്കെയാണ്? 1 2 പിന്നെ 2 1 എന്ന് വരും. 2 കേസാണ്. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി പറഞ്ഞാൽ 2/36 ആണ്. നെക്സ്റ്റ് 4 വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1 3 3 1 ആൻഡ് 2 2 ഇതല്ലേ കേസ് വരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി 3/36. 5 വരാനുള്ള ചാൻസ് ഏതൊക്കെ വരിക? 1 4 വരും, 4 1 വരും. ദെൻ അടുത്തേതാ വരിക? 5 ആണ് കേട്ടോ വരേണ്ടത്. അപ്പം 3 2 എന്ന് വരും. ദെൻ 2 3 എന്ന് വരും അല്ലേ. ഈ 4 കേസാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/36 എന്ന് വരും. ഇനി 6 വരാനുള്ളതോ ഏതെല്ലാം ഔട്ട്കംസാണ് വരിക? 6 ദാറ്റ് ഈസ് 5 1 വരും, പിന്നെ 1 5 എന്ന് വരും, പിന്നെ 4 2 എന്ന് വരും, 2 4 എന്ന് വരും, പിന്നെയോ 3 3. ഈ 5 കേസിലാണ് വരിക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് എത്രയാണ്? 5/36 ആവും. ഇങ്ങനെ നമ്മൾ 12 വരെ വരുന്നത് നമ്മൾ കണ്ടെത്തും. ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 12 ഏതെല്ലാം കേസിലാണ് വരിക? 2 ഡായിലും സമ്മ് വരുന്നത് 6ഉം 6ഉം അല്ലേ. അപ്പോൾ ആകെ ഒരു കേസുള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 12ൻ്റെ പ്രോബബിലിറ്റി 1/36 ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രോബബിലിറ്റീസൊക്കെ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഡിഫൈൻ ചെയ്യും അല്ലേ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്നത് നമ്മൾ ഒരു റിയൽ നമ്പർ ഇവിടെ ടേക്ക് ചെയ്യുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 2 ആണ്. അപ്പോൾ നമ്മൾ സി ലെസ് ദാൻ 2 എന്ന് കൊടുക്കും. സി ലെസ് ദാൻ 2 എന്നാണ് സമയത്ത് നമുക്കിവിടെ എന്തെങ്കിലും പ്രോബബിലിറ്റി കാണാൻ പറ്റുമോ? ഇല്ല, 0. നെക്സ്റ്റ് നമ്മൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ 3 എന്ന് കൊടുക്കും. അപ്പോഴെന്താ നമ്മളുടെ പ്രോബബിലിറ്റി വരിക? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ 3 എന്നാണ് വരിക. അപ്പോൾ നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 ആവുന്ന സമയത്ത് അല്ലേ, സമ്മ് 2 ആവുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1/36 എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ 4 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 1/36 പ്ലസ് 2/36 പ്ലസ് ചെയ്യും. അപ്പോൾ നമുക്ക് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീൻ്റെ പ്രോബബിലിറ്റി 3/36 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ പ്രോബബിലിറ്റീസും കാണും, ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള പ്രോബബിലിറ്റീസ് കാണും. ലാസ്റ്റ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/36 പ്ലസ് 2/36 പ്ലസ് അങ്ങനെ മൊത്തം എക്സെട്ര അപ് ടു 1/36 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36/36 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ റിമാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ
ആ കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ്. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ നമ്പേഴ്സ് ഷോൺ ഓൺ ദ ഡൈ ആണ്. അതെന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ എ സാമ്പിൾ സ്പേസ് സച്ച് ദാറ്റ് it should satisfy the condition probability of x is less than or equal to c and c is a real number, then x is a random variable. ഇവിടെ ഈ സി എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ എഴുതുക ദെൻ എന്ന് പറഞ്ഞിട്ട് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ നോട്ടിൽ. ഇനി നമ്മളിവിടെ റിമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇഫ് x1 and x2 are random variable and c is a constant, then cx1 is a random variable. അതിൻ്റെ സം എടുത്താലും ആ രണ്ട് റാൻഡം വേരിയബിളിൻ്റെ സം എടുത്താലും അതൊരു റാൻഡം വേരിയബിളാണ്. അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ അതൊരു റാൻഡം വേരിയബിളാണ്. ആ രണ്ട് റാൻഡം വേരിയബിളിൻ്റെ മാക്സിമം നമ്മൾ എടുത്താൽ അതൊരു റാൻഡം വേരിയബിളാണ്. അതിൻ്റെ മിനിമം എടുത്താലും ഒരു റാൻഡം വേരിയബിളാണ്. ഓക്കെ, രണ്ട് റാൻഡം വേരിയബിളാണ്. അത് ഏതൊരു ഫംഗ്ഷൻ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? പിന്നെയും കിട്ടുന്ന വേരിയബിൾ എന്ന് പറയുന്നത് അതും ഒരു റാൻഡം വേരിയബിളായിരിക്കും. പിന്നെയും കിട്ടുന്ന വാല്യൂ അറിയാം, അതും ഒരു റാൻഡം വേരിയബിളായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത്, എനിക്ക് ഈ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഈ ഒരു സംഭവം മാത്രം, അതായത് എക്സ് ഡിനോട്ട് സം ഓഫ് ദ നമ്പേഴ്സ് ഷോൺ അല്ലേ, അത് മാത്രമാക്കിയിട്ടാണ് ഒരു റാൻഡം വേരിയബിൾ വരിക. അല്ല, ഒരുപാട് റാൻഡം വേരിയബിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഞാൻ പറയണ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് പറയുന്നത്, എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് എനിക്ക് 1 എന്നുള്ള നമ്പർ വരണം. ഓക്കെ, എക്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഞാൻ ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് നമ്പർ വരണം. പിന്നെ വേറൊരാൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ആക്കിയെടുക്കാം. സം ഓഫ് ദ 2 നമ്പേഴ്സ് 3 വരുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള റാൻഡം വേരിയബിൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എനിക്ക് ഒരാൾക്ക് ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തെന്ന് വെച്ചാൽ അടുത്ത ആൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അയാളുടെ റാൻഡം വേരിയബിൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. റാൻഡം വേരിയബിൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഒന്നെന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഒന്ന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് ഇൻക്ലൂഡ് ചെയ്യുന്നത് സം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഫ്രം എൻ ഇൻ്റർവെൽ ഓഫ് ദ ഫോം എ ബി. ഒരു ഇൻ്റർവെൽ ഫോമിലുള്ള ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും നമ്മളുടെ റേഞ്ചിലുണ്ടാവുക. ഓക്കെ, ദെൻ ഏതൊരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് അല്ലാത്ത റാൻഡം വേരിയബിൾ എല്ലാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇനി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തൊന്ന് വായിക്കാം. ആ റാൻഡം വേരിയബിൾ എക്സ് ഇസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് ഇഫ് ഇറ്റ്സ് റേഞ്ച് ഇൻക്ലൂഡ്സ് finite number of values or countably infinite number of values. The possible values of discrete random variable can be labeled x1, x2, etc. x3. അപ്പം ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ x1, x2, etc. x3 എന്നായിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ നമ്പർ ആക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ഇൻ എ ഫാക്ടറി ഇൻ എ ഡേ ഇൻ എ സിറ്റി. അതെന്താണ്? ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു റോഡ് ആക്സിഡൻറ്റ് ഇൻ എ ഡേ ഇൻ എ സിറ്റി. ഓരോ ദിവസവും ആക്സിഡൻറ്റ് നടക്കുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്കല്ല നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. പിന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പറയുന്നത് എ റാൻഡം വേരിയബിൾ വിച്ച് ഈസ് നോട്ട് ഡിസ്ക്രീറ്റ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ്.
That means it can assume infinite number of values from a specified interval of the form എ ബി. അവിടെ അസ്യൂം ചെയ്യുന്നത് ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ് ഫ്രം എ സ്പെസിഫൈഡ് ഇൻ്റർവെൽ. ഓക്കെ, എ ബി. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇവിടെ നമ്മളൊരു ബ്രഷ് ചെയ്തു എന്ന് വിചാരിച്ചോ. നെക്സ്റ്റ് ടൈമിൻ്റെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ടൈമാണ്, അയാൾ അടുത്ത പ്രാവശ്യം ബ്രഷ് ചെയ്യാനുള്ള ഒരു ടൈമാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ സം ഇൻ്റർവെൽ അല്ലേ. നമുക്കൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് നമുക്ക് അതിന് പറയാൻ പറ്റുമോ? ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, നമുക്ക് വി ക്യാൻ ഫോം ഇനി ഇൻ്റർവെല്ലാണ് അല്ലേ. പിന്നെ അതേമാതിരി തന്നെ നമ്മളുടെ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയി, ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് അയാൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം. അതേമാതിരി ലൈഫ് ടൈം ഓഫ് എ ബൾബ്, ആ ബൾബ് നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിൽ കേട് വരുമെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇൻ ഫോം ഓഫ് എ ഇൻ്റർവെല്ലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1-2 വർഷം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ മെഷീനൊക്കെ പറയും ഇതൊരു വർഷം ഗ്യാരണ്ടി, ഒരു നിശ്ചിത പീരീഡാണ് നമ്മളവിടെ കൊടുക്കുന്നത്, പെർട്ടിക്കുലർ പോയിൻ്റ് അല്ല. സോ എക്സ് കണ്ടിന്യൂസ് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഇൻ്റർവെൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഇൻ്റർവെൽ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളിന്ന് പറഞ്ഞു റാൻഡം വേരിയബിൾ എന്താണെന്നും പറഞ്ഞു, പിന്നെ 2 ടൈപ്പ് റാൻഡം വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.